പൃഥ്വിയാണ് സെലക്ട് ചെയ്യുന്നു. പിന്നെ ലൂസിഫർ രാജു എപ്പോഴും ടോവിനെ കുറിച്ച് നല്ല എനിക്ക് തോന്നുന്നു ഇപ്പൊ സുഖേട്ടനായാലും ഇപ്പൊ അതേ ഈഗോ. ഞാൻ പറയട്ടെ, അത് ഞാൻ ഇപ്പൊ നാളെ ടൊവിനോ ഏറ്റവും വലിയ നടനാവുകയാണ് ഇന്ത്യയിൽ എന്ന് തന്നെ വെച്ചോളൂ. നമുക്ക് സന്തോഷമല്ലേ? അതിന് അത്ര ഒരു സില്ലി ആയിട്ടുള്ള മനോഭാവം ഞങ്ങൾക്കാർക്കും ഇല്ല കേട്ടോ. എത്രയോ ഞാൻ KPSC ലളിത എന്ന് പറയുന്ന നടിയെ ഞാൻ കാലം തൊട്ട് തൊഴുന്ന ഒരു സ്ത്രീയാണ്. സത്യം പറഞ്ഞാൽ അങ്ങനെയല്ല. ചേച്ചി ഇപ്പം അങ്ങനെ ഒന്ന് ചോദിച്ചാൽ ഇവരാര് അല്ല. പക്ഷെ ചേച്ചിയുടെ ഡയലോഗ് ഡെലിവറി ഒക്കെ ഇല്ലേ, ക്യാരക്ടർ അനുസരിച്ച് എന്തൊരു നാച്ചുറൽ, ആ ഒരു പിടുത്തമോ ഒരു അഭിനയമാണെന്ന് നമുക്ക് തോന്നുന്നതോ ഒന്നും ചെയ്യാറില്ല. കുറേയൊക്കെ ഞാനൊക്കെ നാച്ചുറലായിട്ട് പറയണം. ഇത് ഈ സ്ക്രിപ്റ്റിൽ കിടക്കുന്നത് തന്നെ അപ്പുറം മാറാതെ പറയണമെന്നൊന്നും ഒരു ഡയറക്ടറും പറയത്തില്ല. പക്ഷേ അതിൻ്റെ കണ്ടൻറ്റ് എന്താണ് അർത്ഥം, അത് മാറാത്ത രീതിയിൽ ഭംഗിയായിട്ട് പറയാൻ എല്ലാവരും സമ്മതിക്കും. അപ്പോൾ അതൊക്കെ നോക്കുമ്പോൾ ലളിത ചേച്ചിയൊക്കെ എന്തൊരു ആർട്ടിസ്റ്റുകളാണ്. എത്രയോ ഞാൻ പറയാത് എന്ന് പറയുന്ന പോലെ ടൊവിനോ ആയാലും ഫഹദ് ആയാലും ദുൽഖർ ആയാലും ജയസൂര്യ ആയാലും വേറെ പിന്നീട് വരുന്ന ചെറുപ്പക്കാരെ നടന്മാർ ഇവരെ ആരും ആവട്ടെ. ഇപ്പോൾ ജയസൂര്യ ആട് എന്ന് പറഞ്ഞത് നന്നായിട്ട് ചെയ്തൊരു പടമല്ലേ. അവരൊക്കെ നല്ല രീതിയിൽ അഭിനയിക്കുമ്പോൾ നമ്മൾ ദുൽഖർ ആയാലും ഒക്കെ അതെ, നമ്മളതിനെ അഭിനന്ദിക്കാൻ പഠിക്കണം. അതാണ്. അങ്ങനെ സിനിമയെ കണ്ടു വിളിച്ചൊക്കെ പറയാറുണ്ടോ? എനിക്ക് ദുൽഖർ വേണ്ടി ഞാൻ അങ്ങനെ, കാരണം എന്നാൽ സത്യം പറയുന്നത് ദുൽഖറിനെയാണ് ഏറ്റവും കുഞ്ഞിലെ തൊട്ട് കണ്ടു തുടങ്ങിയത്. എന്നാലും ഞാൻ അങ്ങനെ അധികം വിളിക്കാറില്ല. ഫഹദിനെ അതെ, ഫാസിൽ സാറിനെ അറിയാവുന്ന. ഫാസിൽ സാറ് ഞങ്ങളുടെ മദ്രാസ് വീട്ടിലൊക്കെ ഒത്തിരി കാലം താമസിച്ചിട്ടൊക്കെ ഉണ്ട്.